നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 18 റൗണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ക്രിസ്മസ് അവധിക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ആഴ്സണലാണ്. 18 മത്സരങ്ങളിൽ നിന്ന് 40 പോയിന്റാണ് അവർക്കുള്ളത്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 39 പോയിന്റുള്ള ലിവർപൂൾ രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലക്കും 39 പോയിന്റ് തന്നെയാണ്. 36 പോയിന്റുള്ള ടോട്ടൻഹാം വരുന്നത് നാലാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ 34 പോയിന്റുള്ള മാഞ്ചസ്റ്റർ സിറ്റി അഞ്ചാം സ്ഥാനത്ത് വരുന്നു. പക്ഷേ സിറ്റി ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 8ാം സ്ഥാനത്തും ചെൽസി 10ാം സ്ഥാനത്തുമാണ് വരുന്നത്. ഏതായാലും ഈ ക്രിസ്മസ് അവധിക്ക് പിരിഞ്ഞതിന് പിന്നാലെ ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ സ്ക്വാഡുകളുടെ മാർക്കറ്റ് വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. ഏറ്റവും മൂല്യം കൂടിയ സ്ക്വാഡ് ഇപ്പോൾ ഉള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് തന്നെയാണ്. 1.29 ബില്യൺ യൂറോയാണ് അവരുടെ സ്ക്വാഡ് വാല്യൂ. 29 മില്യൺ യൂറോ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് ആഴ്സണൽ വരുന്നു. ആകെ 1.11 ബില്യൺ യൂറോയാണ് അവരുടെ സ്ക്വാഡ് വാല്യൂ. 14 മില്യൺ യൂറോ അവരുടെ സ്ക്വാഡ് വാല്യൂ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. ചെൽസി മൂന്നാം സ്ഥാനത്ത് വരുന്നു. 983 മില്യൺ യൂറോയാണ് അവരുടെ വാല്യൂ. പക്ഷേ 16 മില്യൺ യൂറോ അവരുടെ വാല്യൂ കുറയുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ലിവർപൂൾ നാലാം സ്ഥാനത്ത് വരുന്നു. 867 മില്യൺ യൂറോയാണ് സ്ക്വാഡ് വാല്യൂ. അവരുടെ വാല്യൂ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 11 മില്യൺ യൂറോയാണ് കുറഞ്ഞിട്ടുള്ളത്. അഞ്ചാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്നത്. 799 മില്യൺ യൂറോയാണ് അവരുടെ നിലവിലെ സ്ക്വാഡ് വാല്യൂ. 78 മില്യൺ യൂറോ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അവരുടെ മൂല്യത്തിൽ. ആറാം സ്ഥാനത്ത് ടോട്ടൻഹാം വരുന്നു. 755 മില്യൺ യൂറോയാണ് അവരുടെ വാല്യൂ. 7 മില്യൺ യൂറോ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മൂല്യം. ഏഴാം സ്ഥാനത്ത് ന്യൂകാസിൽ യുണൈറ്റഡ്, 8ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല, 9ാം സ്ഥാനത്ത് ബ്രൈറ്റൺ, 10ാം സ്ഥാനത്ത് വെസ്റ്റ് ഹാം യുണൈറ്റഡ് എന്നിങ്ങനെയാണ് വരുന്നത്. ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മോശം പ്രകടനം കാരണം അവരുടെ സ്ക്വാഡ് വാല്യൂ വളരെയധികം ഇടിഞ്ഞതായാണ് നമുക്ക് ഇതിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.